നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. അതിർത്തികൾ തുറക്കുന്നതായ കുവൈറ്റിന്റെ അറിയിപ്പിൽ ഏറെ സന്തോഷത്തിലാണ് പ്രവാസികൾ. ഇന്ത്യയിൽ നിന്ന് നേരിട്ട് യാത്രാവിലക്കുള്ളതിനാൽ തന്നെ UAE വഴി ട്രാൻസിറ്റ് യാത്ര ചെയ്യാൻ സാധിക്കും. എന്നാൽ കുവൈറ്റിലേക്ക് പോകാൻ ഒരുങ്ങുന്ന പ്രവാസികളെ കാത്തിരിക്കുന്നത് ഇരട്ടി യാത്രാ ചിലവാണ്. ഫെബ്രുവരി 21 അതിർത്തി തുറക്കുന്നതോടനുബന്ധിച്ച് കുവൈറ്റ് മുന്നോട്ട് വച്ച നിബന്ധനകൾ പ്രവാസികൾ ഏറെ ബുദ്ധിമുട്ടുമെന്നാണ് പറയപ്പെടുന്നത്. കുവൈറ്റിലേക്കുള്ള ടിക്കറ്റ്, ഹോട്ടൽ ക്വാറന്റൈൻ, 2 PCR ടെസ്റ്റ് എന്നിവ ഉൾപ്പെടെ 5000 മുതൽ 6000 ദിർഹം, അതായത് ലക്ഷത്തിലേറെ രൂപ വേണ്ടി വരുന്നതായിരിക്കും. സാധാരണഗതിയിൽ ഇതിൽ പകുതി പോലും ടിക്കറ്റ് ചെലവ് ഉണ്ടാകില്ല എന്നതാണ്. ഏതു വിധേനയും എത്തിച്ചേരാൻ കാത്തിരിക്കുന്ന പ്രവാസികൾ ലക്ഷങ്ങൾ ചെലവാക്കിയാണ് കുവൈറ്റിലേക്ക് പോകാൻ ഒരുങ്ങുന്നത്. നേരിട്ട് വിമാന സർവീസ് ഇല്ലാത്തതിനാലാണ് ഇത്രയധികം രൂപ മുടക്കി പോകാൻ യാത്രക്കാർ നിർബന്ധിതരാകുന്നത്. ഇവിടെ 14 ദിവസത്തെ ക്വാറന്റൈൻ കഴിഞ്ഞ് കുവൈറ്റിലേക്ക് പോകാനിരിക്കെയാണ് അതിർത്തി അടച്ചതായുള്ള വാർത്തകൾ അപ്രതീക്ഷിതമായി എത്തിച്ചേർന്നത്. എന്നാൽ നേരത്തെ UAE വഴി പോകുന്നവർക്ക് ക്വാറന്റൈൻ ഉണ്ടായിരുന്നില്ല. ഇതിനു പിന്നാലെ കുവൈറ്റ് അതിർത്തികൾ അടച്ചതോടെ പ്രവാസികൾ കൂടുതൽ ദുരിതത്തിലായി. താമസത്തിനും ഭക്ഷണത്തിനും ഏറെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നതിനിടയിൽ വന്ന കുവൈറ്റിന്റെ പുതിയ നിബന്ധന ഇവരെ കടുത്ത പ്രയാസത്തിലാക്കി. കുവൈറ്റിലേക്ക് വരുന്നവർ 7 ദിവസത്തെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈനും 7 ദിവസത്തെ ഹോം ക്വാറന്റൈൻ നിർബന്ധമാണെന്നാണ് പുതിയ നിബന്ധന. അതോടൊപ്പം തന്നെ സ്വന്തം ചിലവിലാണ് 2 PCR ടെസ്റ്റ് എടുക്കേണ്ടത്. കുവൈറ്റ് മൊസാഫർ ആപ്പിലൂടെ ഹോട്ടൽ ക്വാറന്റൈൻ ബുക്ക് ചെയ്തവർക്കേ ടിക്കറ്റ് ലഭിക്കുകയുള്ളൂ. വൻതുക മുടക്കാൻ സാധിക്കുന്നവർക്കും കമ്പനികൾ ചെലവെടുക്കുന്നവർക്കും മാത്രമേ ഉടൻ കുവൈറ്റിലേക്ക് തിരിച്ചു പോകാൻ സാധിക്കുകയുള്ളൂ. അല്ലാത്തവർക്ക് നിയമത്തിലെ ഇളവ് വരെ കാത്തിരിക്കുകയോ തിരിച്ചു പോകുകയോ ചെയ്യേണ്ടി വരുമെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. ആയതിനാൽ തന്നെ സാധാരണക്കാരായ പ്രവാസികൾക്ക് ഇത് കടുത്ത തിരിച്ചടിയാണ് നൽകുന്നത്. കുവൈറ്റിലേക്ക് എത്തുന്ന വിമാനത്തിൽ 35 യാത്രക്കാർ മാത്രമേ യാത്ര ചെയ്യാൻ പാടുള്ളൂ. 100 പേർക്ക് മാത്രമാണ് ഒരു ദിവസം പ്രവേശിക്കാൻ അനുമതി നൽകിയിരിക്കുന്നത്. രാജ്യത്ത് പുറത്തേക്കുള്ള വിമാനത്തിൽ യാത്രക്കാരുടെ എണ്ണത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടില്ല. എന്നാൽ ഇന്ത്യയിൽ നിന്ന് നിലവിൽ കുവൈറ്റിലേക്ക് നേരിട്ട് വിമാന സർവീസുകളില്ല. ആയതിനാൽ തന്നെ മറ്റൊരു രാജ്യത്ത് 14 ദിവസം ക്വാറന്റൈൻ കഴിഞ്ഞ ശേഷം കുവൈറ്റിലേക്ക് ഇന്ത്യക്കാർക്ക് പ്രവേശിക്കാൻ സാധിക്കും. യാത്രക്കാർക്ക് നിയന്ത്രണം ഉള്ളതിനാൽ തന്നെ ടിക്കറ്റ് നിരക്ക് ഉയരാനും സാധ്യത കൽപ്പിക്കുന്നുണ്ട്. ആകെ ചെലവ് ലക്ഷങ്ങളാണ്. ഇത്തരത്തിൽ വൻതുക നൽകേണ്ടതിനാൽ തന്നെ ഏറെ പ്രവാസികളും ഇളവുകൾക്കായി കാത്തിരിക്കുകയാണ്. പ്രവാസി സംഘടനകളുടെ സഹായത്തോടെ അന്നുള്ള ആഹാരം കഴിച്ചു കഴിയുന്ന പ്രവാസികളും ഇവർക്കിടയിലുണ്ട്. പ്രാരാബ്ധങ്ങൾ മൂലം നാട്ടിലേക്ക് മടങ്ങാൻ മടിക്കുന്നവർ പ്രതീക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.